ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റായ ഫെസ്റ്റി ഫൺ എന്നതിലെ ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെതും ഓരോ വേർഡ്സും അതിൻ്റെ മലയാളത്തിൽ എഴുതി വിശദീകരിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി 1, ദി പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ബിലോ. എന്താണ് ജൂലിയൻ്റെ ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സ്, ഫോട്ടോകൾ എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്. ആരായിരുന്നു ജൂലിയ? അല്ലേ, ദി പ്രിൻസസ്, മെർമൈഡിലെ മത്സ്യകന്യക അല്ലേ, അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരുടെ ഫോട്ടോസ് ഇവിടെ പിക്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദർ നെയിംസ് ഇൻ ദി കോളംസ്. ഈ കോളത്തിൽ തന്നിട്ടുള്ള ഈ നെയിംസ് എന്താണ്, ഇതിൻ്റെ ഈ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ഈ കോളംസിൽ തന്ന നെയിംസ് ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ നെയിം? എന്താണ്? ഷാർക്ക്, സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, മാക്രൽ, പ്രോൺ, ക്രാബ്, ഒക്ടോപ്പസ്, വെയിൽ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ നെയിംസ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് എന്താണ് വേർഡ്സ്, വാക്കുകൾ താഴെ തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അവ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ഫ്രൂട്ട്സും വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞത്. ആഡ് മോർ ഐറ്റംസ് ഇൻ ദി ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് അറിയുന്ന ഐറ്റംസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് എന്നും വെജിറ്റബിൾസ് എന്നും ഈ കോളത്തിൽ ഇത് ഏതൊക്കെയാണെന്ന് വേർതിരിക്കാനാണ് പറഞ്ഞത്. ഞാനിവിടെയുള്ള ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ നെയിംസ് 2 ബോക്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? പോമഗ്രനേറ്റ്. ഇതെന്താണ്? നമ്മുടെ ഉറുമാമ്പഴം ഇല്ലാതാണ്. നെക്സ്റ്റ് ബ്രോക്കോളി, അതൊരു വെജിറ്റബിൾ ആണ്. ആപ്പിൾ ഫ്രൂട്ടാണ്. ഗ്രേപ്സ് ഫ്രൂട്ടാണ്. ക്യാരറ്റ് വെജിറ്റബിൾ ആണ്. പൊട്ടാറ്റോ എന്താണ്? വെജിറ്റബിൾ ആണല്ലേ. കുക്കുംബർ. ഇതൊക്കെ എന്താണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പൈനാപ്പിൾ, അവക്കാഡോ, വാട്ടർമെലൻ, ബ്ലൂബെറി, കിവി, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി. ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ഇനി വെജിറ്റബിൾസ് ഇതിൽ നിന്ന് ഞാൻ ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെ എടുത്ത് എഴുതിയത്? ക്യാരറ്റ്, ബ്രോക്കോളി, പൊട്ടാറ്റോ, കുക്കുംബർ, കോളിഫ്ലവർ, ബീൻസ്, പീസ്, റാഡിഷ്, ക്യാബേജ്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ. ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾസ് ആണ്, പച്ചക്കറികളാണ്. ഇനി നിങ്ങൾക്ക് വേറെ അറിയുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതാം. ഇവിടെ ഉള്ളതാണ് ഞാനിവിടെ ക്ലാസിഫൈ ചെയ്ത് എഴുതിയത്. ആക്ടിവിറ്റി 3, ദി റെസിപ്പീസ് ഓഫ് വെജിറ്റബിൾ സലാഡ് ഈസ് ഗിവൺ ഇൻ ദി ബോക്സ്. ഈ ബോക്സിൽ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. റീഡ് ഇറ്റ്, അത് വായിക്കാൻ. ടേക്ക് സം വെജിറ്റബിൾസ്. എന്നാണ് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാൻ. ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. നമുക്ക് എന്താണ് പച്ചക്ക് തിന്നാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കാൻ. വാഷ് ദം, അവ വാഷ് ചെയ്യുക, കഴുകുക. പീൽ ദി സ്കിൻ ഇഫ് നീഡഡ്. ആവശ്യമാണെങ്കിൽ എന്താണ് സ്കിന്ന് പീൽ ചെയ്യാൻ, തൊലി കളയാൻ. തൊലി കളയുന്ന വെജിറ്റബിൾസും തൊലി കളയാത്ത വെജിറ്റബിൾസും ഉണ്ടല്ലേ. സവാള, ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ തോലിങ്ങനെ കളയണം അല്ലേ. ചോപ്പ് ദം ഇൻ ടു പീസസ്. അവ എന്താണ് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ, ചോപ്പ് ചെയ്യാൻ. പുട്ട് ദം ഇൻ ടു എ ബൗൾ. അതെന്താണ് ഒരു ബൗളിലേക്ക് ഇടാൻ. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. ഒരു നുള്ളു ഉപ്പും പെപ്പറും കുരുമുളകും ഇടുക. ദി സലാഡ് ഈസ് റെഡി. സലാഡ് എന്താണ്? നമ്മുടെ വെജിറ്റബിൾ സലാഡ് റെഡിയായി, തയ്യാറായി. നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സലാഡ്. ഇനി എന്താണ്? നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ സലാഡ് ഉണ്ടാക്കാം, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സലാഡ്? എങ്ങനെയാണ്? ഞാനിവിടെ മൈ റെസിപ്പി എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മൾ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കി അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഫ്രൂട്ട് സലാഡ് ഇവിടെ ചെയ്തത്. ടേക്ക് സം ഫ്രൂട്ട്സ് സച്ച് ആസ് ആപ്പിൾ, ബനാന, മാംഗോ, ഗ്രേപ്സ്, സ്ട്രോബെറി, പോമഗ്രനേറ്റ്. ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുക. വാഷ് ദം, കഴുകുക. പീൽ ദി സ്കിൻ ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ എന്താണ് സ്കിന്നിലെ അതിൻ്റെ തൊലി കളയുക. കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്. അത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ആഡ് യുവർ ഫേവറേറ്റ് ഐസ്ക്രീം ഇൻ ടു ഇറ്റ്. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ആഡ് ചെയ്യുക. ദി ഫ്രൂട്ട് സലാഡ് ഈസ് റെഡി. ഫ്രൂട്ട് സലാഡ് റെഡിയായി. ആക്ടിവിറ്റി 4, ഒബ്സർവ് ദി പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദി ഷോപ്പ്. ഈ ഷോപ്പിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കുക. ആൻഡ് റൈറ്റ് ദം ബിലോ. അത് താഴെ എഴുതുക. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ നെയിമും വെജിറ്റബിൾസിൻ്റെ നെയിമും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളതല്ലേ? ബനാന ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട്, വാട്ടർമെലൻ ഉണ്ട്, വത്തക്ക ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ഗോവ ഉണ്ട്, മാംഗോ ഉണ്ട് അല്ലേ. ഇനി ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് ഇവിടെ? പംകിൻ അല്ലെ, മത്തൻ, സ്പിനാച്ച്, ടൊമാറ്റോ, പൊട്ടാറ്റോ, ക്യാരറ്റ്, കാബേജ്, ബിറ്റർ ഗോഡ്, ടാപ്പിയോക്ക, യാം, സ്നേക്ക് ഗോഡ്. ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഉണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിംസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഈ നെയിംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. ഇതിൽ എന്താണ്? കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സീതപ്പഴമാണ്. സീതപ്പഴമില്ലേ. നെക്സ്റ്റ് വെജിറ്റബിൾസ് ഏതൊക്കെയാണ് അല്ലേ? പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ, സ്പിനാച്ച് ഒക്കെ നിങ്ങൾക്കറിയില്ലേ. ടാപ്പിയോക്ക എന്താണ്? കപ്പ, പൂള. യാം എന്ന് പറഞ്ഞാൽ ചേനയാണ്, ചേനയില്ലേ. സ്നേക്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ പടവലം. ആക്ടിവിറ്റി 5, പ്രിപ്പയർ എൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ആക്ടിവിറ്റി 6, റീറൈറ്റ് ദി സെൻറ്റൻസ് ഇൻ ദി ഗിവൺ ഫോർമാറ്റ്. ഈ ഗിവൺ ആയിട്ടുള്ള ഈ ഫോർമാറ്റിൽ താഴെയുള്ള സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യാനാണ്, തിരുത്തി എഴുതാനാണ് പറഞ്ഞത്. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദി വിൻഡോ. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദി വിൻഡോ. ഈ ഫസ്റ്റ് സെൻറ്റൻസിനെ എങ്ങനെയാണ് റീറൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ താഴെയുള്ള സെൻറ്റൻസും റീറൈറ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഡിഫറൻസ്? എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് എന്നുള്ളത് അപ്പിയേർഡ് എന്നാക്കി മാറ്റി അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താണ്? എ മെർമെയ്ഡ്, ഒരു മത്സ്യകന്യക, ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ്, നല്ല മനോഹരമായ ഡ്രസ്സിൽ, അപ്പിയേഴ്സ് നിയർ ദി വിൻഡോ, വിൻഡോൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. അപ്പിയേഴ്സ് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദി വിൻഡോ.
ഒരു മെർമെയ്ഡ് മത്സ്യകന്യക ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ്, മനോഹരമായ ഡ്രസ്സിൽ അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു, നിയർ ദി വിൻഡോ, വിൻഡോൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയി, പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. അതെന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ടെൻസ് ആണ്. അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കി എഴുതുകയാണ് വേണ്ടത്. കഴിഞ്ഞു പോയ അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു, അത് കഴിഞ്ഞു അല്ലേ, പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, അങ്ങനെയാക്കി എഴുതുകയാണ്. ഇവിടെ താഴെയുള്ള എല്ലാ പ്രസൻറ്റ് ടെൻസിനെ നമ്മൾ എന്താണ്? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതണം. ദി ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താണ്? ഇത് ജെല്ലി ഫിഷ് ബ്രിങ്സ് കൊണ്ടുവരുന്നു, ഗ്ലിൻഡിങ് ലൈറ്റ്സ് തിളങ്ങുന്ന ലൈറ്റ് എന്താണ്? കൊണ്ടുവരുന്നു എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ, ബ്രിങ്സ് കൊണ്ടുവരുന്നു. ഇതിന് നമ്മൾ എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യേണ്ടത്, എഴുതേണ്ടത് അല്ലേ? പാസ്റ്റ് ടെൻസിലേക്കായിട്ട് കഴിഞ്ഞു പോയ കാര്യമാക്കിയിട്ട് എഴുതണം. ബ്രിങ്സ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ബ്രോട്ട് എന്നാണ്. കൊണ്ടുവന്നു അല്ലേ, കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലേ, കൊണ്ടുവന്നു കഴിഞ്ഞു. ഇത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടിങ്ങനെ വരികയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഈ ബ്രിങ്സ് എന്നുള്ളതിനെ നമ്മൾ ബ്രോട്ട് എന്ന് മാറ്റി പാസ്റ്റ് ടെൻസിലേക്ക് എഴുതണം അല്ലേ. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് പാസ്റ്റ് ടെൻസിലേക്ക് എഴുതുക. ബ്രിങ്സ് എന്നുള്ളതിനെ ബ്രോട്ട് എന്ന് എഴുതുക. നെക്സ്റ്റ് എന്താണ്? ദി വെയിൽ കംസ് വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ദി വെയിൽ എന്താണ്? വെയിൽ അല്ലേ, തിമിംഗലം. കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ജിംഗ്ലിംഗ് ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന വളകൾ, കിലുങ്ങുന്ന വളകളുമായി വരുന്നു എന്നുള്ളത് ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റ് ടെൻസ് ആണല്ലേ, കം. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വന്നു എന്നാക്കണം. അപ്പം കെയിം നാക്കുക. കം എന്നുള്ളത് കെയിം എഴുതിയാൽ എന്തായി? വരുന്നു. ദി വെയിൽ കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ഇതാണ് തിമിംഗലം കിലുങ്ങുന്ന വളകളുമായി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു, അതെന്തായി? പാസ്റ്റ് ടെൻസിലേക്ക് എഴുതി. അപ്പോൾ ഇവിടെ എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണുള്ളത് അല്ലേ. വരുന്നു എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആയിട്ട് ഇപ്പോൾ നടക്കുന്ന ടെൻസിനെ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ടെൻസ് പാസ്റ്റ് ആയിട്ട് എഴുതണം. കഴിഞ്ഞു, കൊണ്ടുവന്നു എന്നാക്കണം. അപ്പം കം എന്നുള്ളതിനെ കെയിം നാക്കിയാൽ വന്നു എന്നായി അല്ലേ. കം എന്ന് പറഞ്ഞാൽ വരുന്നു, അതിനെ കെയിം നാക്കിയാൽ വന്നു എന്നായി. ദി ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് എന്താണ്? ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്, മണമുള്ള സുഗന്ധമുള്ള ഫ്ലവേഴ്സ്, പൂക്കൾ, ക്യാരി കൊണ്ടുവരുന്നു എന്നാണ്. കൊണ്ടുവരുന്നു എന്നുള്ള പ്രസൻറ്റ് ടെൻസ് അല്ലേ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊണ്ടുവരുന്നു, ക്യാരി ചെയ്യുന്നു. അതിന് നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. പാസ്റ്റ് ടെൻസിലേക്കാക്കി എങ്ങനെയാണ്? ക്യാരീഡ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞു, അങ്ങനെയാക്കിയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ക്യാരി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ക്യാരീഡ്. ഡോൾഫിൻസ് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതി? ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. എന്താണ്? ഡോൾഫിൻസ് സുഗന്ധമുള്ള ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ടുവന്നു, പാസ്റ്റിലേക്കാക്കി. ജൂലിയ സ്മൈൽസ്. ജൂലിയ ചിരിക്കുന്നു. എന്താണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ, ചിരിക്കുന്നു. ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ടെൻസിനെ നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യം. ഇപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞു അല്ലേ, ഇത് പാസ്റ്റ് ആണ്. അപ്പോൾ സ്മൈൽസ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കും? സ്മൈൽഡ് എന്നാക്കുക. അപ്പോൾ ജൂലിയ സ്മൈൽഡ്, ജൂലിയ ചിരിച്ചു, കഴിഞ്ഞു, പാസ്റ്റിലേക്കാക്കി. ദി പാർട്ടി ബിഗിൻസ്. ദി പാർട്ടി എന്താണ്? പരിപാടി എന്താണ്? ബിഗിൻസ്, തുടങ്ങുന്നു എന്താണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെ പാസ്റ്റിലേക്കാക്കുക എങ്ങനെയാണ്? ഈ പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റിലേക്കാക്കുക. ബിഗൻ. ദി പാർട്ടി ബിഗൻ, പാർട്ടി തുടങ്ങി. എന്താണ്? തുടങ്ങി എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞു, അതെന്താണ്? പാസ്റ്റിലേക്കായി. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കുക. ദി വേർഡ് അണ്ടർലൈൻഡ് ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. അണ്ടർലൈൻ ചെയ്ത വേർഡ് എന്താണ്? ഒരു ഗ്രൂപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഉണ്ട്, അതെന്താണ്? ഒരു ഗ്രൂപ്പ് എന്നുള്ള, ഒരു കൂട്ടം എന്നുള്ള മീനിങ് ആണ് എന്നാണ് പറഞ്ഞത് അല്ലെ. എ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഷ്, ഒരു മീൻ. എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷ് അല്ലെ, ഒരു കൂട്ടം മീനുകൾ. അതിനെയാണ് ഇവിടെ സ്കൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പാണ്. അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ എന്താണ്? ഗ്രൂപ്പ്, ഒരു കൂട്ടം എന്നുള്ള മീനിങ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. എ ബനാന, ഒരു ബനാന. എ ബഞ്ച് ഓഫ് ബനാന, ഒരു കൂട്ടം ബനാന. ഒരു ഗ്രൂപ്പ് ഓഫ് ബനാന എന്നുള്ളതിനെയാണ് നമ്മൾ ബഞ്ച് എന്ന് പറയുന്നത്. എ ഡോഗ്, ഒരു ഡോഗ്. എ പാക്ക് ഓഫ് ഡോഗ്സ്, ഒരു കൂട്ടം ഡോഗ്സ്, നായ്ക്കൾ അല്ലേ. ഇവിടെ പാക്ക് എന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് അല്ല, എന്താണ്? നായ്ക്കളുടെ കൂട്ടത്തെയാണ് എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് എന്താണ്? എ ഗ്രൂപ്പ്, ഒരു കൂട്ടം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. നൗ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള സ്യൂട്ടബിൾ വേർഡ്സ്, അതിന് സ്യൂട്ടായിട്ടുള്ള വേർഡ്സ് ഈ പിക്ചേഴ്സിന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഹേർഡ്, ടീം, ബഞ്ച് അല്ലേ. ഹേർഡ് എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ, അങ്ങനത്തെ കൂട്ടത്തിനെയാണ് പറയുന്നത്. ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീം ആൾക്കാർ. ബഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അല്ലേ, പയങ്ങൾ പോലുള്ള കൂട്ടം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അല്ലേ. ടീം എന്ന് പറഞ്ഞാൽ എ ടീം ഓഫ് പ്ലെയേഴ്സ്, ഒരു പ്ലെയേഴ്സിൻ്റെ ടീം, ഒരു കൂട്ടം. എ ഹേർഡ് ഓഫ് ഷീപ്പ് അല്ലേ, നാൽക്കാലികളെ കൂട്ടത്തിന് നമ്മൾ ഹേർഡ് എന്ന് പറഞ്ഞു അല്ലേ ആൾറെഡി. എ ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ, ആടുകളുടെ കൂട്ടം. എ ബഞ്ച് ഓഫ് കീസ് അല്ലേ, ബഞ്ച് അല്ലെ കൂട്ടം. ഇങ്ങനത്തെ കൂട്ടത്തിനെയാണ് നമ്മൾ ബഞ്ച് എന്ന് പറയുന്നത്. എ ബഞ്ച് ഓഫ് കീസ് എന്താണ്? കീകളെ, താക്കോലുകളുടെ കൂട്ടം. ആക്ടിവിറ്റി 8. കംപ്ലീറ്റ് ദി ഫോളോവിങ് പിക്ചർ ബൈ ജോയിനിങ് ദി ഡോട്ട്സ്. ഈ ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ഈ പിക്ചർ കംപ്ലീറ്റ് ആക്കാം. ദെൻ കളർ ചെയ്യുക. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി മെർമെയ്ഡ് ആൻഡ് ദി ഗോൾഡ് ഫിഷ്. ഈ മെർമെയ്ഡ്, ഈ മത്സ്യകന്യകയും ഗോൾഡ് ഫിഷും ഈ മീനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത് അല്ലേ. സംഭാഷണം എഴുതുക. ഫസ്റ്റ് എന്താണ്? മെർമെയ്ഡ് എന്ത് പറയും, ദെൻ ഗോൾഡ് ഫിഷ് എന്ത് പറയും. ഇത് ഫില്ല് ചെയ്താൽ എന്ത് വരും? 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫില്ല് ചെയ്താൽ മത്സ്യകന്യക മെർമെയ്ഡിൻ്റെ ആ വാല് കിട്ടുമല്ലേ. ഇങ്ങനെ ഫില്ല് ചെയ്യുക, എന്നിട്ട് കളർ ചെയ്യുക, എന്നിട്ട് കോൺവെർസേഷൻ എഴുതുക.
എന്താണ് ഇവിടെ ചെറിയ കുട്ടി കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ട്. മെർമൈഡ് എന്ത് പറഞ്ഞു? മത്സ്യകന്യക. ഹായ് ഡിയർ ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്ത് പറഞ്ഞു? മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ എന്നാണ്. ഹാപ്പി ബർത്ത്ഡേ അല്ലെ, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബർത്ത്ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ മെർമൈഡ് എന്ത് പറഞ്ഞു? താങ്ക് യു സോ മച്ച് ഡിയർ എന്താണ് ഒരാൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ത് ആശംസിച്ചാൽ നമ്മൾ താങ്ക് യു എന്ന് പറയല്ലേ, അങ്ങനെ താങ്ക് യു സോ മച്ച് ഡിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്ത് പറഞ്ഞു? യു ആർ ലുക്കിംഗ് സോ പ്രെറ്റി ടുഡേ, നീ എന്താണ് ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്, സോ പ്രെറ്റി ആയിട്ടുണ്ട്, വളരെ കാണാൻ എന്താണ് നല്ല ഭംഗിയുണ്ട് ഇന്ന് കാണാനല്ലേ, യു ആർ ലുക്കിംഗ് സോ പ്രെറ്റി ടുഡേ എന്ന് പറഞ്ഞു. അപ്പോൾ മെർമൈഡ് എന്ത് പറഞ്ഞു? താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്, നിന്റെ കോംപ്ലിമെൻറ്റിന് എന്താണ് നന്ദി അല്ലേ, പ്രശംസിച്ചതിന് നന്ദി, പ്രശംസക്ക് അല്ലേ, പ്രെറ്റി എന്ന് പറഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞു. ലെറ്റ്സ് ബിഗിൻ ദി പാർട്ടി, നമുക്ക് എന്താണ് പാർട്ടി ആരംഭിക്കാം അല്ലേ, പരിപാടി പാർട്ടി എന്താണ് തുടങ്ങാം. ഗോൾഡ് ഫിഷ് ഓക്കെ ലെറ്റ്സ് എൻജോയ്, നമുക്ക് എന്താണ് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഡു യു എൻജോയ് പ്ലേയിങ് വിത്ത് വാട്ടർ, നിങ്ങൾക്ക് എന്താണ് വാട്ടർ വെള്ളം കൊണ്ട് കളിക്കാൻ ഇഷ്ടമാണോ, എൻജോയ് ചെയ്യുന്നുണ്ടോ. ലെറ്റസ് റീഡ് പോയം, നമുക്ക് എന്താണ് ഒരു പോയം റീഡ് ചെയ്യാം. എന്താണ് പോയം? എന്താണ്? വാട്ടർ വെള്ളം അല്ലേ. ടേൺ ഓൺ ദി ടാപ്പ് ആൻഡ് ദി വാട്ടർ ഫ്ലോസ്, ഡസ് എനിവൺ നോ വേർ ദി വാട്ടർ ഗോസ്, ടേൺ ഓൺ ദി ടാപ്പ് ആൻഡ് ദി വാട്ടർ കംസ്, ഡസ് എനിവൺ നോ വേർ ദി വാട്ടേഴ്സ് ഫ്രം, വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് വാട്ടർ ഈസ് കൂൾ, ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്, യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ് ടിൽ ദേഴ്സ് നത്തിങ് ലെഫ്റ്റ് ടു ഫിൽ ദി കപ്പ്. വേർ ഡസ് ദി വാട്ടർ ഗോ അല്ലേ, വാട്ടർ എങ്ങോട്ടാണ് പോകുന്നത്. വേർ ഈസ് ദി വാട്ടർ ഫ്രം, എവിടെ നിന്നാണ് വെള്ളം വരുന്നത്. വാട്ട് ഷാൾ വി ഡു വെൻ ദി വാട്ടർ ഈസ് ഗോൺ, വാട്ടർ പോയാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ. ഇതെന്താണ്? വായിക്കാനാണ്, റീഡ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ആക്ടിവിറ്റി 9, വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്, നമ്മളെന്താണ് കുറേ കാര്യങ്ങൾക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ, പക്ഷേ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഹാംഫുൾ ആണ്, ദോഷകരമാണ്, ഹാനികരമാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഇൻ യുവർ നോട്ട്ബുക്കിൽ എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് സൊല്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട്, എതിരെയായിട്ട് എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് എതിരെയായിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ടല്ലേ, ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. സേ നോ ടു പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ സേ നോ ടു പ്ലാസ്റ്റിക് ബോട്ടിൽസ്, സേവ് എർത്ത്, സേവ് ഓഷ്യൻ, ഡോണ്ട് ത്രോ വേസ്റ്റ് ടു ഓഷ്യൻ, ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക് ടു ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് പിക്ചറൊക്കെ വരച്ച് മനോഹരമാക്കിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. ആക്ടിവിറ്റി 10, ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്, അല്ലെ പേപ്പറിനോട് ഒരു ഫിഷിനെ ഉണ്ടാക്കിയത് സ്റ്റെപ്സ് ഇതിൽ തന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്നൊരു ഫിഷിനെ, ഒരു മീനിനെ ഉണ്ടാക്കി നോക്കൂ. ആക്ടിവിറ്റി 11, റീഡ് ദി ഫോളോവിങ് പോയം, താഴെയുള്ള പോയം എന്താണ് റീഡ് ചെയ്യാൻ, വായിക്കാൻ. കംപ്ലീറ്റ് ദി പോയം ആൻഡ് ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, ഈ പോയം എന്താണ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ എന്താണ് ഡാഷ് ഉണ്ടല്ലേ, ഈ ഡാഷ് എന്താണ് ഫില്ല് ചെയ്യുക. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, ഒരു അനുയോജ്യമായ ടൈറ്റിൽ തലക്കെട്ട് നൽകുക. വാട്ടർ ഈസ് ഹിയർ, വാട്ടർ എന്താണ് ഇവിടെയുണ്ട്. ഇറ്റ് ഈസ് സോ ഫ്രഷ്, അതെന്താണ് വളരെ ഫ്രഷ് ആണ്. പോസ് ഡൗൺ ഫ്രം ഹിൽസ് ചിയേഴ്സസ് ആൻഡ് ത്രിൽസ് അല്ലേ, ഹിൽസ് എന്ന മലമുകളിൽ നിന്നും എന്താണ് ഒഴുകി വരുന്നു. ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്, അത് നമ്മെ സന്തോഷിപ്പിക്കുകയും ആവേശം കൊള്ളിപ്പിക്കുകയും ചെയ്യുന്നു. വാട്ടർ ഈസ് ക്ലിയർ, വെള്ളം എന്താണ് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് സോ നൈസ്, അതെന്താണ് വളരെ നൈസ് ആണല്ലേ, നല്ല ഭംഗിയുള്ളതാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ഹിൽസ് നിന്ന് എന്താണ് ഫ്ലോ ഡൗൺ ചെയ്യുന്നു, ഒഴുകി വരുന്നു. ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്, അത് നമ്മെ സന്തോഷം കൊള്ളിക്കുകയും ആവേശം പകർത്തുകയും ചെയ്യുന്നു. ഇവിടെ 2 ലൈൻസ് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്യണം അല്ലേ. വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്, അതുപോലെ 2 ലൈൻ. പിന്നെ എന്താണ് ഈ 2 ലൈൻസ് ഇവിടെ റിപ്പീറ്റ് ആണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സസ് ആൻഡ് ത്രിൽസ് അല്ലേ, ഈ ലൈൻസ് ഇവിടെ റിപ്പീറ്റ് ആണ്. ഇതുപോലത്തുള്ള 2 ലൈൻസ് വീതം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യണം. ഞാനിവിടെ അല്ലെങ്കിൽ 2 ലൈൻസ് വെച്ചിട്ട് 6 ലൈൻസ് ചെയ്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് ഇതില്ലേ? വാട്ടർ ഈസ് പ്യുവർ, വാട്ടർ എന്താണ് പ്യുവർ ആണല്ലേ, പരിശുദ്ധമാണ്. ഇറ്റ് ഈസ് സോ കൂൾ, എന്താണ് വളരെ തണുപ്പുള്ളതാണ് അല്ലേ. ഇതേപോലെയാണ് ഇത്. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, അതേപോലെ തന്നെ വാട്ടർ ഈസ് പ്യുവർ, ഇറ്റ് ഈസ് സോ കൂൾ എന്നാക്കി അല്ലേ. ദെൻ ദി റിപ്പീറ്റഡ് ലൈൻസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്. ദെൻ നെക്സ്റ്റ് 2 ലൈൻസ് എന്താണ് ഇത്? വാട്ടർ ഈസ് ഡിയർ, ഇറ്റ് ഈസ് സോ സോഫ്റ്റ്, വാട്ടർ എന്താണ് പ്രിയപ്പെട്ടതാണ്, അതെന്താണ് വളരെ സോഫ്റ്റ് ആണ്, എന്താണ് മൃദുവായിട്ടുള്ളതാണ്. ദി സെയിം ലൈൻസ് റിപ്പീറ്റഡ്. വാട്ടർ ഈസ് അവേഴ്സ്, ഇറ്റ് ഈസ് സോ പ്രിഷ്യസ് അല്ലേ, വാട്ടർ എന്താണ് നമ്മുടേതാണ്. ഇറ്റ് ഈസ് സോ പ്രിഷ്യസ്, അതെന്താണ് പ്രിഷ്യസ് ആണ്, വിലമതിക്കാനാവാത്തതാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സസ് ആൻഡ് ത്രിൽസ്. ഇതിന് ഹെഡ്ലൈനിലെ തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ടൈറ്റിൽ എന്താണ്? ഐ ആം വാട്ടർ, ഞാൻ എന്താണ് വെള്ളമാണല്ലേ, വാട്ടറാണ്. അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടർ എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ പ്യുവർ വാട്ടർ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 12, റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദി വൺ ഗിവൺ ബിലോ, ഇവിടെ തന്നിട്ടുള്ള സിമിലർ ആയിട്ട് ഇതേപോലത്തെ എക്സ്പ്രഷൻസ്, കുറേ എക്സ്പ്രഷൻസ് എഴുതാനാണ് പറഞ്ഞത്. സോ യമ്മി, വളരെ സ്വാദിഷ്ടം. സോ ഡിലീഷ്യസ് അല്ലേ, വളരെ രുചികരം. സോ ബ്യൂട്ടിഫുൾ അല്ലേ, വളരെ മനോഹരമായിട്ടുണ്ട്. സോ എലഗൻറ്റ് അല്ലേ, സോ എലഗൻറ്റ് ഗംഭീരമായിട്ടുണ്ട്. ഇതേപോലത്തെ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, സോ ലവ്ലി, സോ നൈസ്, സോ പ്രെറ്റി, സോ ഹാൻസം, സോ ഗ്രേറ്റ്. ആക്ടിവിറ്റി 13, റീകാസ്റ്റ് ദി സ്റ്റോറി ഇൻ മൈ വേർഡ്സ്, നിങ്ങളുടെ വേർഡ്സിൽ സ്റ്റോറി റീകാസ്റ്റ് ചെയ്യാൻ ഷോർട്ടായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഹൂ ഈസ് ദിസ്, ഇതാരാണ് അല്ലേ, ഗോൾഡ് ഫിഷ് ആണ്. വാട്ട് ഡിഡ് ഹി സീ ഇൻ ദി ഡീപ് സീ, ഡീപ് സീയിലെ കടലിൻ്റെ ആയങ്ങളിൽ എന്താണ് അവൻ കണ്ടത് അല്ലേ, ഒരു പാലസ് കണ്ടിരുന്നു. ഹൂ അപ്പിയർഡ് നിയർ ദി വിൻഡോ, വിൻഡോൻ്റെ അടുത്ത് ആരാണ് പ്രത്യക്ഷപ്പെട്ടത്, അപ്പിയർ ചെയ്തത് അല്ലേ, ദി മെർമൈഡ്, മത്സ്യകന്യക. വാട്ട് വാസ് ദി സെലിബ്രേഷൻ ഇൻ ദി പാലസ്, ഈ പാലസിലുള്ള സെലിബ്രേഷൻ എന്തായിരുന്നു അല്ലേ, ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഹൂ മെയ്ഡ് എ വിസിലിംഗ് സൗണ്ട്, ആരാണ് വിസിലിംഗ് സൗണ്ട് ഉണ്ടാക്കിയത്. വാട്ട് വേർ ദി ബോട്ട്മാൻ ഡൂയിങ് അല്ലേ, ബോട്ട്മാൻ എന്താണ് ചെയ്തത് അല്ലേ, പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിൽ ഇട്ടിരുന്നു. വാട്ട് ഡിഡ് ദി ഷാർക്ക് ഡു, അപ്പോൾ ഷാർക്ക് എന്താണ് ചെയ്തത്. ഡിഡ് ദി പ്രിൻസസ് പണിഷ് ദി ബോട്ട്മാൻ, ആ ബോട്ട്മാനെ പ്രിൻസസ് എന്താണ് പണിഷ് ചെയ്തോ. വാട്ട് ഡിഡ് ഷീ ഡു, അവൾ എന്താണ് ചെയ്തത് അല്ലേ. ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി എഴുതേണ്ടത്, ഒരു ഷോർട്ട് സ്റ്റോറി ആക്കിയിട്ട് എഴുതുക.
നരേറ്റ് ദി സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ് യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. നിങ്ങളുടേതായ വേർഡ്സിൽ ഈ സ്റ്റോറി നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞതില്ലേ. നിങ്ങൾക്ക് എന്താണ് ഇവിടെ പിക്ചേഴ്സ് വരക്കാം അല്ലേ, ഡ്രോ ചെയ്തിട്ട് മനോഹരമാക്കാം. ഓക്കെ, ഞാനിവിടെ ആ സ്റ്റോറി ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പിക്ചേഴ്സിലുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം അല്ലേ. എന്താണ്, ഒരു ദിവസം വൺ ഡേ എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദി സീ. സീയിൽ ഗോൾഡ് ഫിഷ് എന്തായിരുന്നു, നീന്തുകയായിരുന്നു, സ്വിം ചെയ്യുകയായിരുന്നു. ഹി സോ ഹിസ് ഫ്രണ്ട്സ് സ്വിമ്മിങ് ഇൻ ദി സെയിം വേ. അപ്പോൾ എന്ത് കണ്ടു അല്ലേ, അവൻ്റെ ഫ്രണ്ട്സ് എന്താണ് അതേ വഴിയിലൂടെ സെയിം വേല നീന്തുന്നത്, സ്വിം ചെയ്യുന്നത് അവൻ കണ്ടു. ഹി ടു ഫോളോഡ് ദം. അവനെന്താണ് അവരെ ഫോളോ ചെയ്തു, പിന്തുടർന്നു. ഹി റീച്ച്ഡ് നിയർ എ ബ്യൂട്ടിഫുൾ പാലസ്. എവിടെ എത്തി, റീച്ച്ഡ് എത്തി, നിയർ എ ബ്യൂട്ടിഫുൾ പാലസ്, ഒരു ബ്യൂട്ടിഫുൾ പാലസിൻ്റെ അടുത്ത് അല്ലേ, കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. ദി പാലസ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസിലെ. ആ പാലസ് എന്തായിരുന്നു, ആ കൊട്ടാരം ഡെക്കറേറ്റ് ചെയ്തിരുന്നു, അലങ്കരിച്ചിരുന്നു. വിത്ത് ജെംസ് ആൻഡ് പേൾസിലെ, മുത്തുകളും പവ്യങ്ങളും വെച്ചിട്ട് അലങ്കരിച്ചിരുന്നു. അറ്റ് ദാറ്റ് ടൈം എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദി പാലസ് വിൻഡോ. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്, ഒരു മത്സ്യകന്യക, അതായി പിക്ചറിലുള്ള മത്സ്യകന്യക അപ്പിയർഡ്, പ്രത്യക്ഷപ്പെട്ടു. നിയർ ദി പാലസ് വിൻഡോ, പാലസിൻ്റെ ജനലിൻ്റെ അടുത്തില്ലേ, വിൻഡോൻ്റെ അടുത്ത് ഒരു മത്സ്യകന്യക മെർമെയ്ഡ് അപ്പിയർ ചെയ്തു, പ്രത്യക്ഷപ്പെട്ടു. ഈ പിക്ചറിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ, ആരാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി എഴുതേണ്ടത്. ആൾ ദി ഫ്രണ്ട്സ് ഓഫ് ദി ഗോൾഡ് ഫിഷ് പ്രസൻറ്റഡ് ഗിഫ്റ്റ് ടു ദി മെർമെയ്ഡ് ആൻഡ് വിഷ്ഡ് ഹെർ എ ഹാപ്പി ബർത്ത്ഡേ. അല്ലേ, എല്ലാ ഫ്രണ്ട്സും, ഗോൾഡ് ഫിഷിൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്താണ്, ഗിഫ്റ്റ്, സമ്മാനങ്ങൾ പ്രസൻറ്റ് ചെയ്തു കൊടുത്തു. ടു ദി മെർമെയ്ഡിന്, മത്സ്യകന്യകക്ക്. ആൻഡ് വിഷ്ഡ് ഹെർ എ ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു അല്ലേ. ഇതെന്താണ്, മെർമെയ്ഡ് എന്നാണ്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്ന് പോയതാണ്. മെർമെയ്ഡ്, മത്സ്യകന്യക. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. ദേ കട്ട് ദി കേക്ക് ആൻഡ് ബിഗിൻ ദി ബർത്ത്ഡേ പാർട്ടി. അവരെന്താണ് കേക്ക് കട്ട് ചെയ്തു അല്ലേ. എന്തായാലും സെലിബ്രേഷൻ എന്ന് ചോദിച്ചിരുന്നല്ലേ, ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അവരെന്താണ് കട്ട് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു. ആൻഡ് ബിഗിൻ ദി ബർത്ത്ഡേ പാർട്ടി, എന്ത് ബർത്ത്ഡേ പാർട്ടി തുടങ്ങി. ദേ പ്ലേഡ് മ്യൂസിക് ആൻഡ് സ്റ്റാർട്ടഡ് ടു ഡാൻസ്. അവരെന്താണ് മ്യൂസിക് പ്ലേ ചെയ്തു, എന്നിട്ട് എന്താണ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അറ്റ് ദാറ്റ് ടൈം സഡൻലി എ ഡോൾഫിൻ വിസിൽ ലൗഡ്ലി. ആ സമയം സഡൻലി പെട്ടെന്ന് ഒരു ഡോൾഫിൻ എന്താണ് വിസിൽ ചെയ്തുല്ലേ, ഉറക്കെ, ലൗഡ്ലി ആയിട്ട് ഉറക്കെ ഉച്ചത്തിൽ എന്താണ് വിസിലടിച്ചു. ഇവിടെ ആരായിരുന്നു വിസിലടിച്ചതെന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം അല്ലേ. ഡോൾഫിനാണ് വിസിലടിച്ചത്. ആൾ ഓഫ് ദി ഫിഷസ് സ്റ്റോപ്പ്ഡ് ദി പാർട്ടി ആൻഡ് വെൻ നിയർ ടു ഡോൾഫിൻ. അപ്പോൾ എന്താണ്, എല്ലാ ഫിഷസ് എന്താണ് പാർട്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് വെൻറ്റ് നിയർ ടു ഡോൾഫിൻ, ഡോൾഫിൻ്റെ അടുത്തേക്ക് പോയി. ദി ഡോൾഫിൻ സെഡ് ദം ദാറ്റ് ദി ഹ്യൂമൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദർ സീ. ഡോൾഫിൻ എന്താണ് പറഞ്ഞത്, സെഡ് ദം ദാറ്റ്, അവരോട് പറഞ്ഞു. ദി ഹ്യൂമൻ ആർ കമ്മിങ് അഗെയിൻ, എന്താണ് മനുഷ്യന്മാരെന്താണ് വീണ്ടും വരുന്നുണ്ട്. ടു ഡംപ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ട്, കടലിൽ തള്ളാൻ വേണ്ടിയിട്ട്, ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇൻ ദർ സീ, അവരുടെ കടലിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്, തള്ളാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആൾ ഓഫ് ദം ഡിസൈഡഡ് ടു ഡ്രൈവ് ദി ഹ്യൂമൻ ഔട്ട് ഓഫ് ദി സീ. ആൾ ഓഫ് ദം, എല്ലാവരും എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. ടു ഡ്രൈവ് ദി ഹ്യൂമൻ ഔട്ട് ഓഫ് ദി സീ. ആ മനുഷ്യന്മാരെന്താണ് അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്, സീന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ബിക്കോസ്, കാരണം മെനി ഓഫ് ദർ ഫ്രണ്ട്സ്, അവരുടെ കുറേ ഫ്രണ്ട്സ് എന്താണ് വേർ ഡൈഡ്, മരിച്ചിട്ടുണ്ട്. ഈറ്റിംഗ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ്, ആ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചത് കൊണ്ട് കുറേ ആൾക്കാർ, അവരുടെ കുറേ ഫ്രണ്ട്സ് മരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എവ്രി വൺ വെൻ നിയർ ടു ദി ബോട്ട്, എല്ലാവരും എന്താണ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ദാറ്റ് ടെറിഫൈഡ് ദോസ് മെൻ, അതെന്താണ് ആ മനുഷ്യന്മാരെന്താണ് ടെറിഫൈഡ് ചെയ്തു, പേടിപ്പിച്ചു അല്ലേ, പേടിപ്പെടുത്തി. ദി മെൻ ബെഗ്ഡ് ഫോർ ദെയർ ലൈഫ്, അവരുടെ എന്താണ് ആ മനുഷ്യന്മാരെന്താണ് ബെഗ് ചെയ്തു, യാചിച്ചു. ഫോർ ദെയർ ലൈഫ്സ്, അവരുടെ ജീവന് വേണ്ടിയിട്ട് യാചിച്ചു. ദി പ്രിൻസസ് വാണ്ട് ആൻഡ് ലെറ്റ് ദം ഗോ. പ്രിൻസസ് എന്താണ് അവരെ വാൺ ചെയ്തു അല്ലേ, ആൻഡ് ലെറ്റ് ദം ഗോ, അവരെ വിട്ടയച്ചു, ഇനി ഇടരുതെന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തു അല്ലേ. ലാസ്റ്റ് എട്ടാമത്തെ എന്താണ്, പ്രിൻസസ് അവരെ എന്താണ് പണിഷ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടില്ലേ, പണിഷ് ചെയ്തിട്ടില്ല, അവരെ വാൺ ചെയ്ത് വിടുകയാണ് ചെയ്തതല്ലേ. എന്താണ് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ ഒരു വാണിങ് കൊടുത്തു, അവസാനമായിട്ട് ഒരു താക്കീത് കൊടുത്തു, എന്നിട്ട് അവരെ വിട്ടയച്ചു, പറഞ്ഞയച്ചു അല്ലേ. നമ്മുടെ ഈ ഫുൾ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറ്റ പേജിൽ ഷോർട്ട് സ്റ്റോറി ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 14, ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. എന്താണ് എന്നിട്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത്. ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസിൽ, ഈ ക്രിയേറ്റീവ് സ്പേസിൽ, നിങ്ങളുടെ സ്പേസിൽ എന്താണ് സ്റ്റോറി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് നടക്കുന്നത്, വെജിറ്റബിൾസ് ഡാൻസ് പാർട്ടിയാണ് അല്ലേ. വെജിറ്റബിൾസിൻ്റെ ഡാൻസ് പാർട്ടി നടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് എന്താണ് ബ്രിഞ്ചൾ ഒരു പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ. പെട്ടെന്ന് എന്താണ് ഒരു മഴ പെയ്തു, അപ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നു അല്ലേ. ഇതൊക്കെയാണ് പിക്ചറുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഷോർട്ട് സ്റ്റോറി എഴുതി നോക്കാം അല്ലേ. വെജിറ്റബിൾസ് ഡാൻസ് പാർട്ടി അല്ലേ, വെജിറ്റബിൾസിൻ്റെ ഡാൻസ് പാർട്ടി. വൺ ഡേ സം വെജിറ്റബിൾസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡാൻസ് പാർട്ടി. ഒരു ദിവസം വൺ ഡേ കുറച്ച് വെജിറ്റബിൾസ് തീരുമാനിച്ചു ടു കണ്ടക്ട് എ ഡാൻസ് പാർട്ടി, ഒരു ഡാൻസ് പാർട്ടി കണ്ടക്ട് ചെയ്യാൻ അല്ലേ, നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദർ വാസ് എ ബിഗ് സ്റ്റേജ്, അവിടെ എന്തായിരുന്നു ഒരു വലിയ സ്റ്റേജ് ഉണ്ടായിരുന്നു. മെനി വെജിറ്റബിൾസ് കെയിം ഫോർ ദി പാർട്ടി ടു പെർഫോം അല്ലേ. കുറേ വെജിറ്റബിൾസ് എന്താണ് വന്നിട്ടുണ്ട് പാർട്ടിയിലേക്ക്, ടു പെർഫോം അല്ലേ, പെർഫോം ചെയ്യാൻ അല്ലേ, പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്താണ് ടു സ്റ്റാർട്ടഡ് ചെയ്തിരുന്നത്, അതൊന്ന് കട്ട് ചെയ്തതാണ്, ഒരു സ്റ്റാർട്ടഡ് മതി. ദി പാർട്ടി സ്റ്റാർട്ടഡ് വിത്ത് ബ്രിഞ്ചൽസ് ബ്യൂട്ടിഫുൾ സോങ്.
അല്ലേ? ഈ എന്താണ് പാർട്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങിയത്, ആരംഭിച്ചത് വിത്ത് ബ്രിഞ്ചൽസ് ബ്യൂട്ടിഫുൾ സോങ്. ബ്രിഞ്ചാളിൻ്റെ വൈതനങ്ങയുടെ ബ്യൂട്ടിഫുൾ ഒരു മനോഹരമായ സോങ്ങോട് കൂടിയാണ്, പാട്ടോട് കൂടിയാണ്. ആഫ്റ്റർ ദാറ്റ് എ കേബേജ് സാങ് എ സോങ്. അത് കഴിഞ്ഞിട്ട് ആരാണ് ഇവിടെ കേബേജ് ആണല്ലേ പാടുന്നത്. എ കേബേജ് സാങ് എ സോങ്, അല്ലേ? കേബേജ് ഒരു പാട്ട് പാടി. എ ടൊമാറ്റോ പ്ലേഡ് ദി ഗിറ്റാർ. ടൊമാറ്റോ എന്താണ്, ഒരു ഗിറ്റാർ പ്ലേ ചെയ്തു. എ പംകിൻ, എ പൊട്ടാറ്റോ ആൻഡ് എ കുക്കുംബർ ഡാൻസ്ഡ് ഇൻ ദി പാർട്ടി. ഒരു പംകിൻ ഒരു മത്തങ്ങയും ഒരു പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും ഒരു കുക്കുംബർ കക്കിരിയും എന്താണ് ഡാൻസ് ചെയ്തു, അല്ലേ? ഡാൻസ്ഡ് ഇൻ ദി പാർട്ടി. പാർട്ടിയിൽ എന്താണ് ഇവരൊക്കെ ഡാൻസ് ചെയ്യുകയാണല്ലേ. എ ഡാർക്ക് ക്ലൗഡ് സോ ആൾ ദീസ്, അല്ലേ? ഒരു ഡാർക്ക് ക്ലൗഡ് എന്താണ് ഇതെല്ലാം കാണുന്നുണ്ടല്ലേ. ഇതാ ഐസ് കൊണ്ട് കണ്ണൊക്കെ വെച്ചിട്ട് ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്, ഈ ഡാൻസ് പാർട്ടി കാണുന്നുണ്ട്. ഹി ഡിസൈഡഡ് ടു ഡിസ്ട്രോയ് ദി പാർട്ടി. അപ്പോൾ നമ്മുടെ ക്ലൗഡ് എന്ത് തീരുമാനിച്ചു, ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു ടു ഡിസ്ട്രോയ് ദി പാർട്ടി. ഈ പാർട്ടി എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ, അല്ലെ? നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ ഇവർ കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പാർട്ടി ഒന്ന് നശിപ്പിക്കണമെന്ന് ആര്, നമ്മുടെ ക്ലൗഡ്സ് ഈ നോക്കി കാണുന്നുണ്ടല്ലേ ഇവിടെ. അതെന്താണ് തീരുമാനിച്ചു, ഡിസൈഡഡ് ടു ഡിസ്ട്രോയ് ദി പാർട്ടി. ആ പാർട്ടി ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, അല്ലേ? പെട്ടെന്ന് സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, അതെന്താണ് മഴ പെയ്യാൻ തുടങ്ങി. ആൾ ദോസ് ഹൂ കെയിം ഫോർ ദി പാർട്ടി റൺ എവേ സാഡ്ലി. ആൾ ദോസ് ഹൂ കെയിം ഫോർ ദി പാർട്ടി, അല്ലേ? പാർട്ടിക്ക് വന്നവരെല്ലാവരും എന്താണ് റൺ അവേ ഓടിപ്പോയി, സാഡ്ലി, അല്ലേ? വിഷമത്തോടെ ഓടിപ്പോയി, അല്ലേ? ലാസ്റ്റ് പിക്കിൽ എന്താണ് സാഡായിട്ട് അവരുടെ ഫേസ് നോക്കൂ, സാഡ് ഫേസ് ആണല്ലേ. അപ്പോൾ സാഡായിട്ട് അവരെല്ലാവരും എന്താണ് ഓടിപ്പോയി. മഴ വന്നു, അവരുടെ പാർട്ടി എന്താണ് കുളമായി, അല്ലേ? നശിച്ചുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടി സ്റ്റോറി ഇഷ്ടമായോ? അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലാണ് ഞാൻ എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ഈ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായ എല്ലാവരും ഒന്ന് ഹാർട്ട് ഇമോജി കമൻറ്റായിട്ട് ഇടാമോ? ചാപ്റ്റർ എന്താണ് ഞാൻ ഫുള്ള് എന്താണ് മലയാളത്തിൽ എഴുതി ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്ലേലിസ്റ്റ് ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ അതുപോലെ ഇടാറുണ്ട്.